الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا صدق الله مولانا العلي العظيم وصدق وبلغ ورسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. شفيعنا رسول الله بنور رسول الله أشرقت الدنيا وفي نوره كل يجي ويذهب وعلم أمة سيدنا ومولانا محمد. ആദരണീയരായ പണ്ഡിതന്മാരെ, വേദിയിൽ അസീറായിട്ടുള്ള റിഫാ സെക്ടറിൻ്റെ അധ്യക്ഷരായിരിക്കുന്ന സലീം ഹാജി അവറുകളെ, KCF നാഷണൽ കമ്മിറ്റിയുടെ അധ്യക്ഷരായിരിക്കുന്ന ജമാൽ ഹാജി വിട്ടൽ അവറുകളെ, സൂറിൻ്റെ നോർത്ത് സൂറിൻ്റെ അധ്യക്ഷരായ ഞങ്ങളുടെ പ്രിയങ്കരനും അഹമ്മദ് ഉസ്താദ് അവറുകളെ, നാഷണൽ കമ്മിറ്റിൻ്റെ കോശാധികാരി മുഹാസ്, ICയുടെ വിദ്യാഭ്യാസത്തിലേക്ക് നേതൃത്വം കൊടുക്കുന്ന കലന്തർ ഉസ്താദ് അവറുകളെ, ICയുടെ മറ്റൊരു നേതാവ് ഫൈസൽ സുറത്കൽ, അതെ സുറത്കൽ അവറുകളെ, കൃഷ്ണാപുര അവറുകളെ, അയൽവാസി ആയതുകൊണ്ടാണ് വന്നത്. പിന്നെ മജീദ് സുഹർ ഉസ്താദ് അവറുകളെ, ഹനീഫ് ഉസ്താദ് അവറുകളെ, നമ്മളുടെ പ്രിയങ്കരനും എൻ്റെ സുഹൃത്തും കൊടക് ജമാഅത്തിൻ്റെ അധ്യക്ഷരുമായ മജീദ് മാതാപുര അവറുകളെ, പിന്നെ നമ്മളുടെ ഗസ്റ്റായിട്ട് വന്ന ഉസ്താദ് അവറുകളെ, ഇവിടെ കൂടിയതായിരിക്കുന്ന സുഹൃത്തുക്കളെ, റിഫാ സെക്ടറിൻ്റെ കീഴിൽ ഹബീബാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള മഹബത്ത്, അവിടുത്തെ മദ്ഹ് 1500 വർഷത്തിൻ്റെ ജന്മദിനത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഒരു വേദിയിലാണ് ഞാനും നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇപ്പോൾ ഇതുവരേക്കും ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ധാരാളം ഈ സദസ്സിൽ നടന്നു. ഇപ്പോൾ ഇവിടെ നടക്കുന്നത്
മദ്ഹും ദഅവത്തും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദഅവത്ത്, നബിയുടെ ദഅവത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു അയച്ചത് ദായി ആയിട്ടാണ്. അവൻ്റെ ദീനിൻ്റെ പ്രബോധനം നടത്താൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല നബി തങ്ങളെ അയച്ചിട്ടുള്ളത്. അത് അന്നക്ക് മാത്രമല്ല, ഇന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദഅവത്ത് ഇവിടെ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അത് ഖിയാമത്ത് നാൾ വരേക്കും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ദഅവത്ത് നടത്താൻ വേണ്ടി റിഫാ സെക്ടറിൻ്റെ അധ്യക്ഷർ നാട്ടിൽ നിന്ന് ടെലിഫോൺ ചെയ്തപ്പോൾ എന്നെയാണ് തിരഞ്ഞെടുത്തത്. കാരണം വേറെ പണ്ഡിതന്മാർ ആരും ഇല്ലാത്തത് കൊണ്ട് എന്നോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ തന്നെ, അല്ലെങ്കിൽ ദഅവത്തിൽ നിന്ന് ഇപ്പോൾ അർഹരായിരിക്കുന്ന യഥാർത്ഥമായിരിക്കുന്ന പണ്ഡിതന്മാർ ലോകത്തിലില്ല എങ്കിൽ ഉള്ളതായിരിക്കുന്ന ആൾക്കാർ പണ്ഡിതന്മാർക്കുള്ള ആ സ്ഥാനത്തിലേക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നു. ഇപ്പോൾ സലീം ഹാജിയും പിന്നെ ഇവിടുത്തെ സെക്രട്ടറി നമ്മളെ ഹാസിബ് കമ്പളവെട്ടും നിർബന്ധിച്ചു. അതോടുകൂടി ഔഫു സഅദിയും ഇവിടുത്തെ നേതൃത്വമാണ് റിഫാ സെക്ടറിൻ്റെ. ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ സ്വാഗത ഭാഷണത്തിലും നിങ്ങൾ കേട്ടതായിരിക്കുന്നവരെയുള്ളൂ. സ്വാഗത ഭാഷണത്തിൽ ഔഫ് സഅദി ഉസ്താദ് അവരുകൾ ഈ സമാനിൽ നടക്കുന്നതായിരിക്കുന്ന അനാചാരങ്ങൾ, പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. ഈ ഇന്നത്തെ ഈ സമാനിൽ നടക്കുന്ന അനാചാരങ്ങളും പ്രവർത്തനങ്ങളും, ഈ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1400 വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ സന്ദേശം സമുദായത്തിന് എന്ത് എന്ന് ഒരു ചുരുങ്ങിയ സമയത്തിൽ വിശദീകരിക്കാതെ 1-2 പറഞ്ഞ് ഞാൻ പെട്ടെന്ന് നിർത്തും. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മദ്ഹ് എല്ലാ ദിവസവും പറയാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ്, അവിടുത്തെ പ്രശംസകൾ പറയാതെ ഒരു മനുഷ്യനുടെ ഈമാൻ പരിപൂർണമാവുകയില്ല എന്ന് മഹാനായിരിക്കുന്ന ഇമാം നവവി റളിയല്ലാഹു അൻഹു ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി എന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ഈമാൻ പരിപൂർണമാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹ്, അവിടുത്തെ പ്രശംസകൾ പറഞ്ഞെങ്കിൽ മാത്രമേ ഈമാൻ അവിടെ പൂർത്തിയാവുകയുള്ളൂ. അതല്ലാതെ ഒരു മനുഷ്യൻ്റെ ഈമാൻ പൂർത്തിയാവുകയില്ല. സ്നേഹിച്ചാൽ മാത്രം പോരാ. ഈ ഹദീസിൽ പറയുന്നത് ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, അള്ളാഹുവിൻ്റെ റസൂലിനെ അവൻ്റെ കുടുംബത്തിൽ നിന്നും മാതാപിതാക്കളെക്കാളും അവൻ്റെ ശരീരത്തിനേക്കാളും കൂടുതൽ സ്നേഹിക്കണമെന്ന്. ഈ അഹബ്ബ എന്നതായിരിക്കുന്ന ഈ സ്നേഹത്തിന് പിന്നെ നബവി ഇമാം റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന ഈ ഹദീസിന് സ്നേഹം മാത്രം പോരാ, ഈമാൻ പരിപൂർണമാകണമെങ്കിൽ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ്, പ്രശംസകൾ ഇങ്ങനെ ലോകത്തിങ്ങനെ അറിയിച്ചു കൊടുത്തുകൊണ്ടിരിക്കണമെന്ന്. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധാരണ നബിയല്ല. ലോകത്ത് കുറേ അമ്പിയാക്കന്മാർ വന്നിട്ടുണ്ടെങ്കിലും ആ അമ്പിയാക്കന്മാരെ കൂട്ടത്തിൽ എല്ലാ വിഷയത്തിലും വ്യത്യസ്തപ്പെട്ടതായിരിക്കുന്ന ഒരു മഹാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ തങ്ങൾക്കുള്ളതായിരിക്കുന്ന മഹത്വം ബാക്കിയുള്ള അമ്പിയാക്കന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടില്ല. എല്ലാ വിഷയത്തിലും മഹത്വങ്ങളുണ്ട്. ഫഖൻ നബീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖിൻ വലം യുദാനു ഫീ ഇൽമിൻ വലാ കറമി
സൃഷ്ടിപ്പിൻ്റെ വിഷയത്തിലും സ്വഭാവ ഗുണത്തിൻ്റെ വിഷയത്തിലും ഇൽമിൻ്റെ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ഏറ്റവും ഉന്നതമായിരിക്കുന്ന സ്ഥാനത്തിലാണ്. അമ്പിയാക്കന്മാർ പോലും അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവിനെ സംബന്ധിച്ച് നബി തങ്ങൾ ഈ ലോകത്തിലേക്ക് വരാൻ വേണ്ടി അമ്പിയാക്കന്മാർ പോലും പ്രാർത്ഥന ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അനാ ദഅവത ബി അബി ഇബ്രാഹിം, ഞാനതാ എൻ്റെ പിതാവായിരിക്കുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ മഹാനിൻ്റെ പ്രാർത്ഥനയുടെ പുലർച്ചയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വരാനുള്ള കാരണം. സുഹൃത്തുക്കളെ, മഹാനായിരിക്കുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ ശരീഫ് പുനർനിർമ്മാണം നടത്തിയതിൻ്റെ ശേഷം കഅബയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്താണ് പ്രാർത്ഥന? പ്രിയമുള്ള സഹോദരന്മാരെ, റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. വനാദാ, പടച്ചവനെ, ഈ സമുദായത്തിൽ നിൻ്റെതായിരിക്കുന്ന ഒരു ദൂതനെ, നിന്റെ പ്രഗത്ഭമായിരിക്കുന്ന കിതാബിനെ കൊടുത്ത് ആ കിതാബുമായിട്ട് ആ ജനങ്ങളെ, മക്കയിലുള്ള ജനങ്ങളെ ദീനി പ്രബോധനവുമായിട്ട് നല്ലതായിരിക്കുന്ന പരിവർത്തനം ചെയ്യുന്നതായിരിക്കുന്ന ഒരു ദൂതനെ, ഒരു റസൂലിനെ നീ അയക്കണേ അല്ലാഹ് എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന വിഷയം അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം, അവിടുത്തെ ബഹുമാനവും, അതുപോലെ തന്നെ എല്ലാ വിഷയത്തിലുമുള്ളതായിരിക്കുന്ന ഇൽമുകളും ബാക്കിയുള്ള അമ്പിയാക്കന്മാരെക്കാളും കൂടുതലാണ്. അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹത്വത്തിൻ്റെ കാരണം കൊണ്ട് അവിടുത്തേതായിരിക്കുന്ന മഹബത്ത് ഞങ്ങൾക്കുള്ള ഹൃദയത്തിലേക്ക് തറച്ചു വെക്കണം, അടുപ്പിച്ച് വെക്കണം. ആ സഹാബത്ത് മഹാന്മാരായിരിക്കുന്ന സ്വഹാബത്തില്ലേ, ആ സ്വഹാബത്തുണ്ടല്ലോ പ്രിയമുള്ള സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്രയോ കൂടുതൽ അവർ മഹബത്ത് വെച്ചു. അവർക്കുള്ള ശരീരത്തിനേക്കാളും, അതുപോലെ തന്നെ അവർക്കുള്ള കുടുംബത്തിനേക്കാളും, അതുപോലെ തന്നെ അവർക്കുള്ള സഹവാസിയായിരിക്കുന്ന ഫ്രണ്ടുകളെക്കാളും നബി തങ്ങളോട് അതിരട്ടമായിരിക്കുന്ന മഹബത്താണ് അവർ വെച്ചിട്ടുള്ളത്. മഹാനായിരിക്കുന്ന ഖാലിദ് ഇബ്നു മഅദാൻ റളിയല്ലാഹു അൻഹു അതാ എല്ലാ ദിവസവും അദ്ദേഹം ഉറങ്ങാൻ വേണ്ടി രാത്രിയിൽ വിരിപ്പിലേക്ക് പോകുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മദ്ഹ്, അവിടുത്തെ മഹബത്തിൻ്റെ കാരണം കൊണ്ട് മദ്ഹ് പറയാതെ അവിടുത്തെ വിരിപ്പിൽ പോയി ഉറങ്ങിയിട്ടില്ല. ഒരൊറ്റൊരു ദിവസവും അതാ ഉറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് പോകുമ്പോൾ ഖാലിദ് ഇബ്നു മഅദാൻ റളിയല്ലാഹു അൻഹു മദ്ഹ് പറഞ്ഞു കൊണ്ടിട്ടാണ് പിന്നെ ഉറങ്ങുന്നത്. ഒരൊറ്റ ഒരു ദിവസം പോലും മദ്ഹ് പറയാതെയുള്ളതായിരിക്കുന്ന ഉറക്ക് അവർക്കുള്ള ജീവിതത്തിൽ വലിയ സങ്കടമാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയട്ടെ, മഹാന്മാരായിരിക്കുന്ന സ്വഹാബത്ത് ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറഞ്ഞു സ്നേഹിച്ചു. ആ സ്നേഹിച്ചതായിരിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും മുമ്പന്തിൽ നിൽക്കുന്ന മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാൻ കമാലിയത്ത് കിട്ടാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബത്തിൻ്റെ കാരണമാണ്. അബൂബക്കർ സിദ്ദീഖിൻ്റെ ഈമാനിനെ ഒന്ന് ഹൈജാക്ക് ചെയ്തുകൊണ്ട് മുമ്പന്തിൽ പോയി നിൽക്കണമെന്ന് എല്ലാ സ്വഹാബത്തും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിന് അവസരം നൽകിയില്ല, അതിന് മാർഗം ഓപ്പൺ ചെയ്ത് കൊടുത്തില്ല. സഹോദരങ്ങളെ, അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത്
ഏറ്റവും കൂടുതൽ നിലനിർത്തിയതായിരിക്കുന്ന സ്വഹാബിയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത് ഹിജ്റ പോകുന്ന സമയത്ത് പോലും അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കാണുന്നത് മഹബ്ബത്താണ്. ഹിജ്റ പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലും പിന്നിലും ഇടതും വലതും ഭാഗത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാറി മാറി നടക്കുന്നു. ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എന്താണ് അബൂബക്കറെ ഇത്? അപ്പോഴാണ് സിദ്ദീഖ് തങ്ങൾ പറയുന്നു, നബിയെ, ഞാൻ മുന്നിലാകുമ്പോൾ എനിക്ക് ഭയമാണ്, പിന്നിൽ ആരെങ്കിലും ശത്രുക്കൾ വന്ന് നബി തങ്ങളെ ഉപദ്രവിക്കുമോ എന്നുള്ള ഒരു ഭയമാണ്. പിന്നിലാകുമ്പോൾ മുമ്പിൽ ആരെങ്കിലും ശത്രുക്കൾ വന്ന് തങ്ങൾക്ക് ഉപദ്രവിക്കുമോ എന്നുള്ള ഭയമാണ്, പേടിയാണ്. അതുകൊണ്ട് ശത്രുക്കൾ ആരെങ്കിലും വന്ന് നബി തങ്ങളെ ഉപദ്രവിക്കുകയാണെങ്കിൽ അത് എൻ്റെ ശരീരത്തിലേക്ക് ആദ്യമായി കൊള്ളട്ടെ. അതേ സമയത്തിൽ നബി തങ്ങൾക്കുള്ള ശരീരത്തിലേക്ക് ബുദ്ധിമുട്ടുന്നത് ഈ അബൂബക്കർ സഹിച്ചുകൂടാ, അത് വലിയ സങ്കടമാണ് നബിയേ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറഞ്ഞു. തൻ്റെതായിരിക്കുന്ന ശരീരത്തിനേക്കാളും അപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നു. അങ്ങനെ അതാ ഹിജ്റ പോകുന്ന സമയത്തിൽ ഗാർ സൗറിൻ്റെ മുകളിലേക്ക് എത്തിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുന്നു, നബിയേ, നിങ്ങൾ ഇവിടെ നിൽക്കണം, നിങ്ങൾ ആദ്യമായി സൗർ പർവ്വതത്തിൻ്റെ ഗുഹയിലേക്ക് നിങ്ങൾ കടക്കണ്ട. കാരണം എന്തെന്നറിയാമോ? ആ ഗുഹയുടെ ഉള്ളിൽ വല്ലതായിരിക്കുന്ന ജന്തുക്കൾ, വിഷജന്തുക്കൾ ഉണ്ടെങ്കിൽ അത് ഈ അബൂബക്കർ സിദ്ദീഖിന് കടിച്ചാലും കുഴപ്പമില്ല, തങ്ങൾക്കത് കടിച്ചു പോകരുത്. പ്രിയമുള്ള സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഗുഹയുടെ ഉള്ളിലേക്ക് ആദ്യം കടക്കണമെങ്കിൽ അതും ഒരു മഹബത്തിൻ്റെ ധൈര്യമാണ്, സാധാരണ ധൈര്യമല്ല. ഒരൊറ്റൊരു മനുഷ്യനും അതിൻ്റെ മുമ്പ് ആ ഗുഹയിലേക്ക് കടന്നിട്ടില്ല, പ്രവേശിച്ചിട്ടില്ല. ആ നിലക്കുള്ള ഗുഹയുടെ ഉള്ളിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം കടക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും തേലുണ്ടായിരുന്നുവെങ്കിൽ അത് അബൂബക്കർ സിദ്ദീഖിന് കുത്തിക്കൊള്ളട്ടെ. അതേ അവിടെ എന്തെങ്കിലും വിഷജന്തുക്കൾ, പാമ്പുണ്ടെങ്കിൽ, സർപ്പമുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിൽ നിന്ന് അത് കുത്തിക്കൊള്ളട്ടെ, കടിച്ചു കൊള്ളട്ടെ. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലേക്ക് അതായി പോകരുത്. വിഷജന്തുക്കളാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലേക്ക് ഏൽക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സൗർ പർവ്വതത്തിൻ്റെ ഗുഹയിലേക്ക് പ്രവേശിച്ച് അവിടെ ഉള്ളതായിരിക്കുന്ന എല്ലാ കച്ചറകളെയും മാലിന്യങ്ങളെയും അതാ അടിച്ച് വൃത്തിയാക്കി നോക്കുന്ന സമയത്തുള്ള മോത്തിൻ്റെ സൗർ പർവ്വതത്തിൻ്റെ ഗുഹയിൽ കുറേ മാളങ്ങൾ കാണുന്നു, പൊത്തുകൾ കാണുന്നു. ആ പൊത്തിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ധരിച്ചതായിരിക്കുന്ന വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം കീറിക്കൊണ്ട് ആ പൊത്തിനെ ഓരോരോ പൊത്തിനെ ആ വസ്ത്രം വെച്ചുകൊണ്ടോ അടച്ചുകൊണ്ട് വന്നു. അങ്ങനെ അവസാനം അതാ ഒരു പൊത്തുബാക്കിയായി കാണുന്നു, ഒരു പൊത്തുബാക്കിയായി. അതിനടക്കാനുള്ളതായിരിക്കുന്ന വസ്ത്രം പിന്നെ ഇല്ല. പിന്നെ താൻ ധരിച്ചതായിരിക്കുന്ന വസ്ത്രം കീറിയാൽ എൻ്റെ ഔറത്ത് പ്രത്യക്ഷപ്പെടും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സങ്കടമാകും. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു പൊത്തുബാക്കിയതായിരിക്കുന്ന ആ മാലത്തിലേക്ക് തൻ്റെ കാലിനങ്ങോട്ട് അതാ അമർത്തി വെച്ചതിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, അബൂബക്കർ സിദ്ദീഖ്, അദ്ഖിൽ യാ റസൂലല്ലാഹ്, നബിയെ കടന്നു വരൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ വിളിച്ചു. ഗുഹയുടെ ഉള്ളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്കുള്ള മടിയിൽ തലവെച്ചു അങ്ങോട്ട് ഉറങ്ങി. നല്ല സന്തോഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങിയ മടിയിൽ തലവെച്ചുകൊണ്ട് ആ സമയത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാല് അമർത്തി വെച്ചതായിരിക്കുന്ന ആ പൊത്തിൽ നിന്നും അതാ ഒരു വിഷമായിരിക്കുന്ന സർപ്പം അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലിലേക്ക് കൊത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലങ്ങോട്ട് നീക്കിയെടുത്തു.
നോക്കുന്ന സമയത്തിൽ കാലിൻ്റെ താഴ്ഭാഗത്തിൽ നിന്ന് പാദം കാലിൽ നിന്ന് മേൽഭാഗത്തിലേക്ക്, കാലിൻ്റെ മേൽഭാഗത്തിലേക്ക് വിഷാംശങ്ങൾ ഇങ്ങനെ കയറി വരുന്നു. കയറി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ വിഷത്തിൻ്റെ കാരണം കൊണ്ട് കാല് വല്ലാത്ത വേദന അനുഭവിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു, വേദന സഹിക്കാതെ കരഞ്ഞതായിരിക്കുന്ന കരച്ചൊൽ കൂടുതലായപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണീർ കണങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തിലേക്ക്, ശറഫാക്കപ്പെട്ട മുഖത്തിലേക്ക് ഇട്ടി വീണു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കിൽ നിന്നതാ ഉണർന്നു. നോക്കുന്ന സമയത്തിൽ സുബ്ഹാനല്ലാഹ്, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. മാ യബ്കീക യാ അബൂബക്കർ. നബി തങ്ങൾ ചോദിച്ചു, അബൂബക്കറെ എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, ആ കാണുന്നതായിരിക്കുന്ന പൊത്തിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒന്ന് കുത്തി നബിയേ, എന്തോ ഒന്ന് കടിച്ചു നബിയേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിലേക്ക് നോക്കുമ്പോൾ അതാ കാലിങ്ങനെ വിയർത്തിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ടതായിരിക്കുന്ന ഉമിനീർ കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്കുള്ള കാലിലേക്ക് പുരട്ടി കൊടുത്തു. ആ വേദന ശിഫയാക്കി കൊടുത്തു. കാലിന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്കുള്ള കാലിന്ന് വല്ലാത്ത സന്തോഷമായി. പിന്നെയല്ലേ ഈ പവിത്രമാകപ്പെട്ട ശറഫാകപ്പെട്ട അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലിന്ന് കൊത്താറുള്ള കാരണം അതും വേറെ ഒരു മഹബത്തിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്നത്. സുഹൃത്തുക്കളെ, മഹാനായിരിക്കുന്ന ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ആ മാളത്തിലുള്ളതായിരിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിലേക്ക് കൊത്തിയ സർപ്പം അവിടുന്ന് സംസാരിച്ചു. അവിടുന്ന് പിന്നെ പറയുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്, പ്രിയമുള്ള സഹോദരന്മാരെ ചിന്തിക്കണം. ഇവിടെ സർപ്പം കാലിലേക്ക് കൊത്തിയതായിരിക്കുന്ന ആ പാമ്പ്, ആ വിഷസർപ്പം പറയുന്നുണ്ട്. അതായത് എന്താണ് പറയുന്നത്? ഞാൻ ഈ ഗുഹയുടെ ഉള്ളിൽ വന്ന് താമസിക്കുന്നത്, വിശ്രമിക്കുന്നത് എത്ര വർഷങ്ങളായി? ഞാൻ ഈ പൊത്തിൽ വന്നുകൊണ്ട് ഈ ഗുഹയുടെ ഉള്ളിൽ താമസിക്കുന്നത്, വിശ്രമിക്കുന്നത് കുറേ വർഷങ്ങളായി. എന്തിനു വേണ്ടി? ലോകത്തിൻ്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കം വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത് ഈ മാർഗത്തിലൂടെയാണെന്നുള്ള വിവരം എനിക്ക് കിട്ടി. ആ മാർഗത്തിൽ മാത്രമല്ല, ഈ ഗുഹയുടെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ഹിജ്റ പോകുന്ന സമയത്തിൽ താമസിക്കുമെന്നുള്ള വിവരം, ഒരു മണത്തറിയുള്ളതായിരിക്കുന്ന വിവരം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ഈ ഗുഹയുടെ ഉള്ളിൽ വന്ന് ഞാൻ താമസിച്ചു, ഞാൻ വിശ്രമിച്ചു. എന്തിനു വേണ്ടി? അവിടുത്തെ പവിത്രമായിരിക്കുന്ന മുഖത്തിനെ ഒന്ന് കാണാൻ വേണ്ടി, അവിടുത്തെ സുന്ദരമായിരിക്കുന്ന മുഖത്തിനൊന്നു കാണാൻ വേണ്ടി ഞാൻ ഈ സ്പത്തിൽ വന്നുകൊണ്ട് സൗർ പർവ്വതത്തിൻ്റെ ഗുഹയിൽ വന്ന് താമസിച്ചു. അങ്ങനെ നബിയുടെ മുഖം ഒന്ന് കാണാൻ വേണ്ടി ആശിച്ചതായിരിക്കുന്ന എനിക്ക് ഫലിമാ ഹജബ്തനീ, നിങ്ങൾ എന്തിനാണ് എനിക്ക് മറ സൃഷ്ടിച്ചത്? നിങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഷ്റഫാകപ്പെട്ട മുഖത്തിനെ ഒന്ന് കാണുന്നതിൽ നിന്ന് എനിക്ക് നിങ്ങൾ കാലതാ തടസ്സമായല്ലോ. ആ തടസ്സമായപ്പോഴല്ലേ ഞാൻ നിങ്ങൾക്കുള്ള കാലിലേക്ക് കൊത്തിയത്. ഈ കാല് കൊത്താൻ പറ്റാത്ത കാലാണെന്ന് എനിക്കറിയാം. ലോകത്തിൽ വെച്ചുകൊണ്ട് ബഅദൽ അംബിയായി, അതാ അംബിയാക്കന്മാരുടെ ശേഷം ഏറ്റവും പവിത്രമായിരിക്കുന്ന വ്യക്തി നിങ്ങളാണെന്ന് എനിക്കറിയാം. പക്ഷേ അത് മാത്രമല്ല, നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് മഹശറയിൽ ഹിസാബിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന ജനങ്ങൾ, അതാ നിങ്ങളെ ഹിസാബില്ലാതെ മലക്കുകൾ ആനയിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന, ഹിസാബൊന്നും എടുക്കാതെ നിങ്ങൾ അല്ലാഹു സ്വർഗത്തിലേക്ക് അയക്കുന്ന വലിയ മഹാനാണെന്ന് അറിയാം. പക്ഷേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബത്തോടു കൂടി ജീവിച്ചതായിരിക്കുന്ന എനിക്ക് അവിടുത്തെ മുഖത്തിനെ ഒന്ന് നോക്കാൻ നിങ്ങൾക്കുള്ള കാല് തടസ്സമായപ്പോൾ
ഞാൻ നിങ്ങൾക്കുള്ള കാലിലേക്ക് കൊത്തിയതാൻ എന്ന പാമ്പ് അവിടുന്ന് പറഞ്ഞുകൊണ്ട് അതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷത്തോടു കൂടി നബിയുടെ മുഖത്തിനെ കാണുകയാണ് ആ സർപ്പം. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ലോകത്തിലുള്ള സർവ്വജനങ്ങളിലേക്കും സർവ്വജീവിജാലങ്ങളിലേക്കും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയാണ്. അവിടുത്തെ സന്ദേശം എത്തിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഈ പാമ്പിൽ നിന്നും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സന്ദേശങ്ങൾ അള്ളാഹു എത്തിച്ചു കൊടുത്തു. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളോട് പറയട്ടെ, ലോകത്തിലുള്ള സർവ്വജീവിജാലങ്ങൾക്കത് മനുഷ്യർക്ക് മാത്രമല്ല, ജിന്നുകൾക്ക് മാത്രമല്ല, എല്ലാ ജീവിജാലങ്ങൾക്കും ഹബീബായ നബി തങ്ങളെ സംബന്ധിച്ച് അള്ളാഹു അറിയിച്ചു കൊടുത്തു. അക്കൂട്ടത്തിൽ ഒരു മെമ്പറാണ് ഈ പാമ്പ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളോട് പറയട്ടെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് കൊണ്ട് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത മഹാനാണ്. അതുകൊണ്ട് ഞങ്ങളും ഹബീബായ നബി തങ്ങളോടുള്ള മഹബത്തോട് കൂടി ജീവിക്കണം. സുഹൃത്തുക്കളെ, ഞാനും നിങ്ങളും സ്വലാത്ത് മജ്ലിസിൽ കൂടുന്നു, സംഘടിപ്പിക്കുന്നു, മൗലിദ് മജ്ലിസ് സംഘടിപ്പിക്കുന്നു. എന്തിൻ്റെ പേരിൽ? ഞങ്ങൾ പറയുന്നു, എനിക്ക് ഞാൻ നബിയോടുള്ള മഹബത്ത് കൊണ്ടാണ് സംഘടിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതായിരിക്കുന്ന മഹാന്മാർ, അവിടുത്തെ സ്വഹാബത്തിനെ പറ്റി വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ ഒരു വാക്കുണ്ട്, റുഹമാഹു ബൈനഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യർ അവർ എല്ലാ സമയത്തിലും അവർ കാരുണ്യമുള്ളവരാണ്. അതാ നബി തങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരില്ലേ, അവർ ഒക്കലും എപ്പോഴല്ല, ഏത് ദിവസവും ഏത് സമയത്തിലും അവർക്കുള്ള മനസ്സിൽ അസൂയ ഉണ്ടാകൂല, അവർക്കുള്ള മനസ്സിൽ അഹംഭാവം ഉണ്ടാകൂല. അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്ന മനുഷ്യർ അവർ എല്ലാ സമയത്തിലും അവർ വലിയ കാരുണ്യമുള്ളവരാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യത്തിൻ്റെ ഉടമയാണ്. അതുകൊണ്ട് ആ സ്നേഹിക്കുന്ന ഹബീബായ നബി തങ്ങളെ സ്നേഹിക്കുന്നവരും കാരുണ്യമുണ്ടാകും. അത് സ്വഹാബത്തിന് അത് ഉണ്ടാകുന്നത് ഉണ്ടായത് കൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അവരെ പ്രശംസിച്ചു കൊണ്ട് അല്ലാഹു പറഞ്ഞത്. സുഹൃത്തുക്കളെ, മഹാനായിരിക്കുന്ന ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഹബീബായ നബി തങ്ങളോട് ആശിഖ് റസൂൽ എന്ന് പറയുന്ന മനുഷ്യരില്ലേ, ഞാൻ നബി തങ്ങളോടുള്ള മുഹബ്ബത്ത് വെക്കുന്ന മനുഷ്യനാണ്, ഞാനാണ് ഏറ്റവും കൂടുതൽ അതാ നബിയെ ആദരിക്കുന്നത് എന്ന് പറയുന്നവർ മഹാനായിരിക്കുന്ന ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി തങ്ങൾ പറയുന്നു, യഥാർത്ഥമായിരിക്കുന്ന മുഹബ്ബത്തുള്ള മനുഷ്യനിക്ക് 10 അടയാളങ്ങൾ മഹാനായിരിക്കുന്ന ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്. അതിൽ അത് അവസാനത്തെ 10ാമത്തെ അടയാളം നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ഇപ്പോൾ അവതരിപ്പിച്ചാൽ നിങ്ങൾ തീർത്തു പറയും, ഉസ്താദേ, ഞങ്ങൾക്കുള്ള ഹൃദയത്തിലേക്ക് നബിൻ്റെ മഹബത്ത് തീരെ വന്നിട്ടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് കൂടുതൽ അതാ ഉള്ള മനുഷ്യനിക്ക് 10ാമത്തെ അടയാളമായി മഹാനവറുകൾ പറഞ്ഞത് ഫഖറിനെ ഇഷ്ടപ്പെടലാണ്. സാധിക്കുമോ പ്രിയമുള്ള സഹോദരന്മാരെ? ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല തന്നതായിരിക്കുന്ന സമ്പത്ത്, പണങ്ങൾ ആവശ്യമുള്ളതായിരിക്കുന്ന ജനങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മേൽവിലാസത്തിൽ ഒന്നുമില്ലാതെ മരിക്കുന്ന സമയത്തിൽ, വഫാത്തായ സമയത്തിൽ തൻ്റെ പടയങ്കി പോലും ഒരു യഹൂദിൻ്റെ വീട്ടിൽ പണയത്തിന് വെച്ചു. അത് നബി തങ്ങൾക്കുള്ള ആവശ്യത്തിന് വെച്ചതല്ല. പാവപ്പെട്ടതായിരിക്കുന്ന ഒരു ഫക്കീർ മിസ്കീന് നബി തങ്ങൾക്കുള്ള ഹദ്റത്തിലേക്ക് വന്ന് ആവശ്യപ്പെട്ടപ്പോൾ നബി തങ്ങളുടെ കയ്യിൽ കൊടുക്കാനും ഒന്നുമില്ലാതെ വന്നപ്പോൾ തൻ്റെ പടയങ്കിയെ യഹൂദിൻ്റെ വീട്ടിൽ പണയം വെച്ചുകൊണ്ട് അതിൽ കിട്ടിയ പണം ഈ മിസ്കീനിന് നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്ന സമയത്തിൽ നബി തങ്ങൾക്കുള്ള കയ്യിൽ ഒരു ദിർഹമും പോലുമില്ല.
ആ നിലക്ക് എനിക്കും നിങ്ങൾക്കും അതാ ജീവിക്കാൻ സാധിക്കുമോ? സാധിക്കൂല. ആ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് മഹാന്മാരായിരിക്കുന്ന സ്വഹാബത്ത് സാധിച്ചത് കൊണ്ടിട്ടാണ് അവർ ഏറ്റവും വലിയ മഹബത്തിലായി ജീവിച്ചു. ഇരിക്കട്ടെ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടുതൽ ഇൽമുള്ള മഹാനാണ്. ബാക്കിയുള്ള എല്ലാ അമ്പിയാക്കന്മാരില്ലേ, ആ അമ്പിയാക്കന്മാർക്ക് നൽകാത്ത ഇൽമുകളൊക്കെയും നബി തങ്ങൾക്ക് അല്ലാഹു നൽകി. അതുകൊണ്ടിട്ടാണ് ബുസൂരി ഇമാമു തങ്ങൾ പറഞ്ഞത്, എല്ലാ അമ്പിയാക്കന്മാരെക്കാളും കൂടുതൽ എല്ലാ വിഷയത്തിലും ഇൽമുള്ള മഹാൻ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളോട് പറയട്ടെ, അന്ന് ഹബീബായ നബി തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പേ മദീനയിൽ വെച്ച് ഖിയാമ നാളിൻ്റെ അടയാളങ്ങൾ പറയുമ്പോൾ ലോകത്ത് വെച്ച് കൊണ്ടതാ സ്ത്രീകൾ വാഹനം ഓടിക്കുന്നത്, സഹോദരിമാർ വാഹനം ഓടിക്കുന്ന വിഷയം ഖിയാമത്ത് നാളിൻ്റെ അടയാളത്തിൽ നബി തങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സഹോദരങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമ നാളിൻ്റെ അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, അതാ സ്ത്രീകൾ സഹോദരിമാർ ബിസിനസ് നടത്തുന്ന, കച്ചവടം നടത്തുന്ന കാലം ഈ ലോകത്തിലേക്ക് വരാറുണ്ട്. അത് മാത്രം പറഞ്ഞു നിർത്തിയില്ല. നബി തങ്ങൾ പിന്നെയും പറയുന്നു, അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം ഒരേ സദസ്സിൽ കൂടി കളറുന്ന സദസ്സി ലോകത്തിലേക്ക് കടന്നു വരാറുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും, ഞാൻ അന്യ പുരുഷനാണ്, ഞാൻ അന്യ സ്ത്രീയാണ്, പരസ്പരം നോക്കാൻ പാടില്ല എന്നുള്ള ഒരു അന്യത്വം എന്നുള്ളത് മനസ്സിൽ നിന്ന് നീക്കിയെടുക്കുന്ന ഒരു കാലം ഈ ഭൂമിയിലേക്ക് വരാറുണ്ട്. കാല റസൂലുള്ളാഹി. ഇന്നത്തെ സമാനിനെ സംബന്ധിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സമയത്ത് മക്കയിലും മദീനയിലും അതാ ആ നിലക്കുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം കൂടി കലർന്നതായിരിക്കുന്ന ജീവിതം നബി തങ്ങൾക്കുള്ള കാലത്ത് ഉണ്ടായിരുന്നില്ല. അതിനേക്കാൾ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീന് പ്രബോധനം നടത്തുന്നതിൻ്റെ മുമ്പ് പരിശുദ്ധമായിരിക്കുന്ന മക്കയിൽ ഉണ്ടായിരുന്നു എന്ത് ഹറാമിയത്തിൻ്റെ പ്രവർത്തനം ധാരാളം ഉണ്ടായിരുന്നു. എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. വഇൻകാനു ഖബറു ലഫീ ളലാലിൻ മുബീൻ. ഓ നബിയേ, തങ്ങൾ ദീന് പ്രബോധനം നടത്തുന്നതിൻ്റെ മുമ്പ് മക്കയിലുള്ള ജനങ്ങളുടെ അവസ്ഥകൾ എന്തായിരുന്നു നബിയേ? അവർ വല്ലാത്ത നീചത്തരത്തിലല്ലേ നബിയേ? മക്കയിൽ നബി തങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ, മക്കയിൽ അതാ നബി തങ്ങൾ ദീന് പ്രബോധനം നടത്തുന്നതിൻ്റെ മുമ്പ് മക്കയിൽ കുറേ അനാചാരങ്ങൾ ഉണ്ടായിരുന്നു. എത്രത്തോളം എന്നറിയാമോ? അതിൽ ഒന്ന് കുടുംബ കലഹങ്ങൾ ഉണ്ടായിരുന്നു. കുടുംബത്തിൽ എല്ലാ സമയത്തിലും പ്രശ്നങ്ങളാണ്. ചെറിയ ചെറിയ വിഷയത്തിൽ പോലും പിണക്കുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടുംബത്തിൻ്റെ മഹത്വം അവരിലേക്ക് പറഞ്ഞു ഏൽപ്പിച്ച് അവർക്ക് അതിൽ നിന്ന് നിർത്തലാക്കിയിട്ടുണ്ട്. മറ്റൊന്ന് മക്കയിൽ ഉണ്ടായിരുന്ന കാര്യം മനുഷ്യരുടെ മനസ്സിനെയും ശരീരത്തിനെയും ദുഷിപ്പിക്കുന്ന രീതിയിലുള്ള മദ്യപാനവും വ്യഭിചാരവുമാണ്. മക്കയിൽ ധാരാളം മദ്യപാനികൾ ഉണ്ടായിരുന്നു. വ്യഭിചാരികൾ അധികരിച്ച സമയമായിരുന്നു. ഹറാമിയത്തിൻ്റെ പ്രവർത്തനം ധാരാളം ഉണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ചാണ് ഖുർആൻ പറഞ്ഞത്, വഇൻകാനു ഖബറു ലഫീ ളലാലിൻ മുബീൻ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
അവർക്ക് മദ്യത്തിനെ സംബന്ധിച്ചിട്ടുള്ളതായിരിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ അവർക്കുള്ള മനസ്സിലേക്ക് അതിനെ ഇട്ടുകൊടുത്ത്, നസീഹത്തിനെ ഇട്ടുകൊടുത്ത്, ദഅവത്തിനെ ഇട്ടുകൊടുത്ത് ആ മദ്യത്തിനെ അവരിൽ നിന്ന് ഘട്ടം ഘട്ടങ്ങളായി നിർത്തലാക്കി. പിന്നെ ആ മദ്യവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന മക്കയിലുള്ള ജനങ്ങളുടെ മനസ്സിൽ അവർക്ക് ഏറ്റവും വെറുപ്പ് മദ്യപാനത്തിനോടായിരുന്നു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനവും പരിവർത്തനങ്ങൾ അങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കം വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോയില്ലേ? ഹിജ്റ പോകുന്ന സമയത്ത് മക്കയിൽ ധാരാളം മദ്യപാനികൾ ഉണ്ടായിരുന്നു. മദ്യം ബിസിനസ് നടത്തുന്ന സ്വഹാബത്ത് ഉണ്ടായിരുന്നു. അന്ന് മദ്യം ഇസ്ലാമത്തിൽ നിഷേധിച്ചില്ലായിരുന്നു. നിഷേധിക്കാത്ത, ഹറാമില്ലാത്ത കാലമായിരുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സമയത്തിൽ മദീനയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനായിരുന്നു മദ്യത്തിൻ്റെ അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു. ലക്ഷക്കണക്കിലുള്ളതായിരിക്കുന്ന ദീനാറിൻ്റെ മദ്യം മഹാനായിരിക്കുന്ന അബൂ ത്വൽഹയുടെ ഷോപ്പിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ആ സ്റ്റോക്കുള്ളതായിരിക്കുന്ന മദ്യം, ആ മദ്യത്തിനെ വിട്ടുകൊണ്ട് പണം സമ്പാദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് എത്തിയ ഉടനെ വിശുദ്ധ ഖുർആനിലേക്ക് അല്ലാഹു ആയത്ത് ഇറക്കുന്നുണ്ട്. എന്താണ് ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ. മദ്യത്തിനെ സംബന്ധിച്ച് മൂന്നാമത്തെ ഘട്ടത്തിൽ ഇറങ്ങിയ ആയത്താണിത്. ഈ ആയത്ത് ഇറങ്ങലോടുകൂടി പരിശുദ്ധമായിരിക്കുന്ന ദീനുൽ ഇസ്ലാമിൽ മദ്യം പൂർണ്ണമായി നിഷേധിച്ചു പോയി. പിന്നെ എവിടെയും മദ്യം കാണാനില്ല. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്തിന് അങ്ങോട്ട് സ്വഹാബത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുത്തു, പറഞ്ഞു കൊടുത്തു. യോ സത്യവിശ്വാസികളെ, മദ്യപാനവും അതുപോലെ തന്നെ ചൂതാട്ടവും പന്തയം വെക്കലും പോലെയുള്ള പ്രവർത്തനങ്ങളില്ലേ, പ്രവണതകളില്ലേ, അത് പിശാചിൻ്റെ പ്രവർത്തനങ്ങളാണ്. ഫജ്തനിബൂ, നിങ്ങൾ അതിനെ വർജിക്കണേ. ഈ ആയത്ത് ഇറങ്ങിയപ്പോഴാണ് മക്കയിലും മദീനയിലും മദ്യത്തിൻ്റെ ചാലുകൾ ഒതുങ്ങിയത്. അങ്ങനെ 23 വർഷങ്ങളെ കൊണ്ട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപൂർണമായ നിലക്കുള്ള, സംശുദ്ധിയുള്ള നിലക്കുള്ള ഒരു വിശുദ്ധമായിരിക്കുന്ന ഒരു സമൂഹത്തിനെ മക്കയിലും മദീനയിലും തെരഞ്ഞെടുത്ത് സെലക്ട് ചെയ്തുകൊണ്ട് സമൂഹത്തിലേക്ക് അർപ്പിച്ചു. 63-ാമത്തെ പ്രായത്തിൽ വയസ്സായപ്പോൾ നബി തങ്ങൾ അതാ ഇവിടെ ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങുമ്പോൾ മക്കയിലും മദീനയിലും മദ്യപാനികളില്ല, വ്യഭിചാരികളില്ല, അഹംഭാവികളില്ല. എന്തെന്ന് യാരെ പറയണം? മനസ്സിൽ അസൂയ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരൊറ്റൊരു കുട്ടി പോലും മക്കയിലും മദീനയിലും ഇല്ല. പരിശുദ്ധമായിരിക്കുന്ന ഒരു നാട്ടിലേക്ക് അങ്ങനെയുള്ള നല്ല ആത്മശുദ്ധിയുള്ള ജനങ്ങളെ മക്കയിലും മദീനയിലും അള്ളാഹുവിൻ്റെ റസൂല് വാർത്തെടുത്ത് തന്നുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് വിടവാകുന്നു. എന്നാൽ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു കാര്യം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം. ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് തന്നെ പറഞ്ഞു, ബദഅൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദഅ. ഹബീബായ നബി തങ്ങൾ ദീനി പ്രബോധനം ചെയ്യുന്നതിൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞില്ലേ എന്തെല്ലാം അനാചാരങ്ങൾ ഉണ്ടായിരുന്നു. മദ്യപാനികൾ ഉണ്ടായിരുന്നു, വ്യഭിചാരികൾ ഉണ്ടായിരുന്നു, കൊലകൾ നടന്നുകൊണ്ടുണ്ടായിരുന്നു, കുടുംബ കലഹങ്ങൾ ഉണ്ടായിരുന്നു. നബി തങ്ങൾ പറയുന്നു, ബദൽ ഇസ്ലാമു ഗരീബ ഫസയഊദു കമാ ബദഅ. തുടങ്ങിയതുപോലെ മടങ്ങി വരും. ഖാല റസൂലുള്ളാഹി, തുടങ്ങിയതുപോലെ തിരിച്ച് ലോകം വരും. പ്രിയമുള്ള സഹോദരന്മാരെ, ചെറുപ്പക്കാരെ,
ഈ ലോകം പുതിയ യുഗത്തിലേക്കല്ല പോകുന്നത്, ആദ്യ കാലഘട്ടത്തിലേക്കാണ് ഈ ലോകം തിരിഞ്ഞു കൊണ്ടുപോകുന്നത്. ആ ആദ്യ കാലഘട്ടത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നോ അതൊക്കെയും ഈ ലോകത്ത് കടന്നു വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു വെച്ചു. പരിശുദ്ധിയും അതുപോലെ തന്നെ പരിപൂർണമായിരിക്കുന്ന നിലക്കുള്ള വൃത്തിയുള്ള നാട്ടിൽ ഇന്നതാ മദ്യപാനത്തിന് വേണ്ടി പെർമിറ്റ് കൊടുത്തുപോയി. വാഹനത്തിന് അതാ സഞ്ചരിക്കാനുള്ളതായിരിക്കുന്ന സ്ത്രീകൾക്ക് പെർമിറ്റ് കൊടുത്തുപോയി. നബി തങ്ങൾ പറഞ്ഞതായിരിക്കുന്ന ഹദീസാണ് ഈ ലോകത്ത് തിരിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ ആ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അവസാന കാലഘട്ടത്തിൽ ആദ്യ കാലഘട്ടത്തിലേക്ക് ഈ ലോകം തിരിഞ്ഞു പോകുന്ന സമയത്ത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഹറാമിയത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതേ മദ്യപാനികൾ ഒരു കാലം ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ട്. വ്യഭിചാരമുള്ള സദസ്സ് മറ്റൊരു ഭാഗത്തിൽ നിന്ന് നടക്കുന്നുണ്ട്. അതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അന്യ സ്ത്രീ പുരുഷന്മാർ ഒന്നായിട്ട് കലർന്നു കൊണ്ടുള്ളതായിരിക്കുന്ന വേദി ഈ ലോകത്ത് വരുന്നു. അതിനെ സൃഷ്ടിക്കുന്നു പണക്കാരികൾ. പണം കൊടുത്തുകൊണ്ട് കൂടുതൽ പണക്കാരികൾ അതിന് വേണ്ടി സഹായിക്കുന്നു, അതിന് വേണ്ടി തപസ്സരിക്കുന്നു. അതേ സമയത്തിൽ അതിന് വേണ്ടിയുള്ള പ്രവർത്തനം കൂടുതൽ പണമുള്ള ജനങ്ങൾ അതിന് വേണ്ടി സഹായിച്ച് സഹകരിക്കുന്നുണ്ട്. ശഫീഉനാ റസൂലുള്ളാഹി ഒരു ഭാഗത്തിൽ കാണുന്നു വേദി. ആ വേദിയിൽ എന്താണ് നടക്കുന്നത്? അതാ അന്യ സ്ത്രീ പുരുഷന്മാരെ നഗ്നനായ നിലയ്ക്ക് അതാ അവിടെ നൃത്യം നടക്കുന്നുണ്ട്. ആ സമയത്തിൽ പ്രിയമുള്ള സഹോദരന്മാരെ ചെറുപ്പക്കാർ ഒക്കെയും ആ സദസ്സിൽ പോയി കൂടുന്നു, ഇരിക്കുന്നു, ആനന്ദിക്കുന്നു, സന്തോഷിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ സമയം ആ കാലം വരുമ്പോൾ അന്ന് ഇവിടെ ഒരു വിങ് ഉണ്ടാകും, ഒരു ടീമുണ്ടാകും. ആ വിങ് ഏതാണെന്നറിയാമോ? ആ വിങ്ങിൽ പ്രവർത്തിക്കുന്നവർ, അതിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്നവർ, അതിന് വേണ്ടി സഹായിക്കുന്നവർ, അതിന് വേണ്ടി സഹകരിക്കുന്നവർ, അവർ വലിയ ഭാഗ്യശാലികളാണ്. അവർക്ക് അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെയും സന്തോഷമുണ്ട്, സ്വാഗതമുണ്ടെന്ന് നബി തങ്ങൾ അന്ന് തന്നെ പറഞ്ഞു. ആ വിങ്കിൽ കൂടുതൽ ജനങ്ങളുള്ളത് പാവങ്ങളാണ്. ഫതുബാ ലിൽ ഗുറബാ, പാവപ്പെട്ടതായിരിക്കുന്ന ജനങ്ങളിലെ ഹറാമിയത്തിൻ്റെ പ്രവർത്തനം അതാ മറുഭാഗത്ത് ഒരു ഭാഗത്തിൽ സ്റ്റേജ് കെട്ടുകൊണ്ട് നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്തതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ദീനിൻ്റെ പ്രബോധനം നടത്തിയ ഇൽമു നടത്തുന്നതായിരിക്കുന്ന വേദി. ഞാൻ പറഞ്ഞില്ലേ വിങ്ങിനെ സംബന്ധിച്ച്. ആ വിങ്കാണ് എഡ്യൂക്കേഷൻ വിങ്ക്, വിദ്യാഭ്യാസ വിങ്ക് എന്ന് പറയുന്ന വിങ്കില്ലേ. ഹറാമിയത്തിൻ്റെ പ്രവർത്തനം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതിന് എതിരായിക്കൊണ്ട് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ദീനിൻ്റെതായിരിക്കുന്ന നസീഹത്ത് പറഞ്ഞ് അത് ഹറാമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്ന ഒരു വിങ്ക് ഖിയാമ നാൾ വരേക്കും ഈ ലോകത്ത് നിലകൊള്ളുന്നുണ്ട്. അവർക്കാണ് വലിയ സന്തോഷം, അവർക്കാണ് അല്ലാഹുവിൻ്റെ പൊറുത്തവും റഹ്മത്തും കാരുണ്യമുണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. ആ വിങ്കിൽ ചേർന്ന് കിട്ടാൻ ഞാനും നിങ്ങളും അതിൽ വേണ്ടി ചേർന്ന് കിട്ടാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കണം. ആ വിങ്കിൽ ഞാനും നിങ്ങൾ മെമ്പർഷിപ്പ് വാങ്ങണം. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഞങ്ങൾക്കുള്ള മക്കളും അതുപോലെ തന്നെ കുടുംബക്കാർ ഒക്കെയും ആ വിങ്കിൽ ചേർന്ന് കിട്ടി റബ്ബിൻ്റെ പൊറുത്തും റഹ്മത്തും കാരുണ്യം നേടിയെടുക്കാൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് എൻ്റെ നസീഹത്തിന് ഞാൻ നിർത്തുന്നു. കുറച്ചുകൂടി 10 മണിയായില്ലേ? അവരെ മൂഹാസ് ഫസ്റ്റിക്കൊന്നും കേട്ട് നിങ്ങൾ എത്ര ഗണ്ടയിൽ നിൽപ്പിക്കുന്ന അറിയാം. അപ്പം ഞാൻ 45 മിനിറ്റ് ചെല്ലി കറക്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ്
ഇന്ന് നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ അന്ന് നോക്കിക്കണ്ട നേതാവാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നേതാവിനെ ആദരിക്കുക, സ്നേഹിക്കുക, മുഹബ്ബത്ത് വെക്കുക മുഅ്മിനീങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ കടമയാണ്. ആ മുഹബ്ബത്ത് വെക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ പരിപൂർണമായിരിക്കുന്ന ഈമാനിൻ്റെ കമാലിയത്ത് കിട്ടാറുള്ള കാരണമാകുന്നത്. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാർ, ഇന്ന് ഈ സെക്ടറിൽ നമ്മളെ കഴിഞ്ഞ മുഹറം സെക്ടറിൽ നടന്നു. ഇന്നിപ്പോൾ സെക്ടറിൽ നിങ്ങൾ എന്തെല്ലാം തിന്ന്, എന്ത് സാൻഡ്വിച്ച്, പായസം, പിന്നെ തന്നെ ബിരിയാണി വന്നുകൊണ്ട് നല്ല ഉത്സാഹമായിട്ട് ഈ സെക്ടറിൻ്റെ ആൾക്കാർ നല്ല പണം ചെലവ് ചെയ്തു. നമ്മളെ സലീമ ഹാജിൻ്റെയും അതുപോലെ തന്നെ ഹാസിഫ് കമ്പലവെട്ടിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ഈ സെക്ടർ ഞാൻ കുറേ പ്രാവശ്യം ഇവിടെ സലാത്തിൻ്റെ മജ്‌ലിസിലേക്ക് വന്ന് കൂടിയിട്ടുണ്ട്, ഞാൻ മൻസൂർ. അപ്പോൾ ഇതിപ്പോൾ ഇത്രയെല്ലാം എന്തിന് ചിലവാക്കുന്നത്? ഇത് ചോറും പായസവും പിന്നെ തണ്ണിയും സാൻഡ്വിച്ചും ഇതെല്ലാം വേണം. ഇത് വേണം എന്ത്? ഇതാരാ പഠിപ്പിച്ചു കൊടുത്തത്? ഇത് വേണവും ചേർത്ത് പഠിപ്പിച്ചു കൊടുത്തതാണ്. അത് മഹാന്മാരായിരിക്കുന്ന മദീനയിലുള്ള സ്വഹാബത്താണ്. ആ സ്വഹാബത്താണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കം വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോയ സമയത്ത് മദീനയിലുള്ളതായിരിക്കുന്ന എല്ലാ ജനങ്ങളും, ആണുങ്ങളും പെണ്ണുങ്ങളും നബി തങ്ങളോട് സന്തോഷത്തോടു കൂടി പെരുമാറുകയും നബി തങ്ങളെ ആദരിക്കുകയും നബി തങ്ങൾ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ താമസമാക്കിയെന്ന് അറിഞ്ഞപ്പോൾ മക്കൈ മദീനയിലുള്ളതായിരിക്കുന്ന സ്ത്രീകളടക്കമുള്ള കുട്ടികളും പ്രായമുള്ളവരും ഒക്കെയും നബി തങ്ങൾക്കുള്ള വീട്ടിലേക്ക് അതാ കൊണ്ടുപോയി കൊടുക്കുന്നു ഓരോരോ ഹദിയകൾ. അതാ ഒരാൾ കൊണ്ടുപോയി കൊടുക്കുന്നു ചെരുപ്പ് നബി തങ്ങൾക്ക് ധരിക്കാൻ, മറ്റൊരാൾ കൊണ്ടുപോയി കൊടുക്കുന്നു വിരിപ്പ്, മറ്റൊരാൾ കൊണ്ടുവന്ന് കൊടുക്കുന്നു പുതപ്പ്, മറ്റൊരാൾ കൊണ്ടുവന്ന് കൊടുക്കുന്നു നബി തങ്ങൾക്ക് ഇരിക്കാറുള്ള മരത്തിൻ്റെ ചെറിയ കസാല. അങ്ങനെ ഓരോരോ ആൾക്കാരും ഓരോരോ വസ്തുക്കളും കൊണ്ടുവന്ന് കൊടുക്കുന്നു. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ നബി തങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ വസ്തുക്കളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആരെ? തുബ്ബൈ രാജാവ് 900 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ വീട് നിർമ്മിക്കുകയും നബി തങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന എല്ലാ വസ്തുക്കളും ആ വീട്ടിൽ നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ട് 900 വർഷങ്ങൾക്ക് മുമ്പ്. ആ വീട്ടിൽ അതെല്ലാം ഉണ്ടെങ്കിലും എൻ്റെ വകയായിട്ട് നബിക്ക് ഒരു ചെറുപ്പ്, എൻ്റെ വകയായിട്ട് നബിക്ക് ഒരു സ്പെഷ്യലത പുതപ്പ്. അങ്ങനെ ഓരോരോ മനുഷ്യരും സ്വഹാബത്ത് നബി തങ്ങളോടുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അതാ എല്ലാ വസ്തുക്കളും നബി തങ്ങൾക്ക് അവിടെ നിന്ന് കൊണ്ടുപോയി കൊടുക്കുന്നു. അങ്ങനെ അവസാനം ആ വീട്ടിലേക്ക് ഒരു സ്പെഷ്യലായിരിക്കുന്ന പ്രസൻറ്റേഷനുമായി കടന്നു വരുന്നു ബീബി സയ്യിദത്തുനാ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ. അതാ ചിന്തിക്കുന്നു, നബി തങ്ങൾക്കുള്ള വീട്ടിലേക്ക് നബി തങ്ങൾക്ക് ഞാൻ ഹദിയ കൊടുക്കണം. എങ്ങനെയുള്ള ഹദിയ? ഗിഫ്റ്റ് കൊടുക്കണമെന്ന് നബി തങ്ങൾക്ക്. എങ്ങനെയുള്ള ഗിഫ്റ്റ്? ആരും നബി തങ്ങൾക്കുള്ള വീട്ടിലേക്ക് കൊടുക്കാത്തതായിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഒരു ഹദിയ എനിക്ക് കൊടുക്കണമെന്ന് ചിന്തിച്ചതായിരിക്കുന്ന ബീബി ഉമ്മു സുലൈം ബീബി അതാ വീട്ടിലേക്ക് അയക്കുന്നു. നബി തങ്ങൾക്കുള്ള വീട്ടിലേക്ക് കിട്ടാത്ത സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കുന്ന സമയത്തിൽ നബി തങ്ങൾക്കുള്ള വീട്ടിലേക്ക് എല്ലാ വസ്തുക്കളും എത്തിയിട്ടുണ്ട്. അവരവർ ഉപയോഗിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ളതായിരിക്കുന്ന വസ്തുക്കൾ ആ നബി തങ്ങൾ താമസിക്കുന്ന വീട്ടിൽ അതാ കൊണ്ടുപോയി റെഡി ചെയ്തിട്ടുണ്ട്. ഭക്ഷ്യവസ്തുക്കൾ പോലും നബി തങ്ങൾക്ക് അവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നത്, ഞാൻ ഇനി എന്താണ് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കേണ്ടത്? നബി തങ്ങൾക്ക് എല്ലാ വസ്തുക്കളും അവിടെ പോയി എത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെ ചിന്തിച്ച സമയത്ത് ഉമ്മു സുലൈമിക്ക് പിന്നെ ചിന്ത വരുന്നത്, മനസ്സിലേക്ക് വരുന്നത്, തലയിലേക്ക് ചിന്ത വരുന്നത്, എൻ്റെ പിഞ്ചോമന മകൻ അനസ് റളിയല്ലാഹു അൻഹു, അനസിനെ നബി തങ്ങൾക്ക് കൊടുക്കലാൻ. വെറും 10 വയസ്സ് പ്രായമുള്ളതായിരിക്കുന്ന സ്വന്തം മകൻ അനസിനെ നബി തങ്ങൾക്ക് ഹദിയായി കൊടുക്കുന്നു. നബി തങ്ങളോട് പോയി പറഞ്ഞു, നബിയേ
ഞാനതാ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, തങ്ങൾക്ക് ആരും കൊണ്ടുവന്ന് തരാത്ത ഒരു ഹദിയ, ഒരു പ്രസൻറ്റേഷൻ തങ്ങൾക്ക് ഞാൻ തരണമെന്ന് ഞാൻ ചിന്തിച്ചു നബിയെ. പക്ഷേ ഞാൻ പിന്നെ അറിഞ്ഞു ഇവിടേക്ക് എല്ലാ വസ്തുക്കളും എത്തിയിട്ടുണ്ട് എന്ന്. പിന്നെ എനിക്ക് മനസ്സിലായത് എൻ്റെ സ്വന്തം മകൻ അനസിനെ തരലാൻ. ഇത് എൻ്റെ മകൻ അനസാന് തങ്ങൾക്കുള്ളതാ, ഖിദ്മത്തിനായി തരുന്നുണ്ടോ മുസ്ലിമിതാ. കൂടാതെ ബീബി പറഞ്ഞു നബിയോടന്ന്, പ്രാർത്ഥിക്കു നബിയെ എൻ്റെ കുഞ്ഞനസിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള കയ്യിലേക്ക് അനസ് റളിയല്ലാഹു അൻഹുവിനെ ഹദിയായ ഖിദ്മത്തിന് വേണ്ടി കൊടുത്ത് ബീബി പറഞ്ഞു നബിയോട്, എൻ്റെ മകൻ ഈ അനസിന് തങ്ങൾ പ്രാർത്ഥിക്കണം നബിയേ. ഉടൻ തന്നെ നബി തങ്ങളോടൊന്ന് പ്രാർത്ഥിക്കുന്നു, കൊടുക്കേണം റബ്ബേ കൂടുതൽ സന്താനം, അതുപോലെ മാലും സ്വർഗവും തന്നാണേ. നബി തങ്ങൾ 3 കാര്യത്തിലേക്ക് നബി തങ്ങൾ അനസിന് പ്രാർത്ഥിച്ചു. ഒന്ന്, സന്താനം കൂടുതൽ കിട്ടാൻ വേണ്ടി അനസ് റളിയല്ലാഹു അൻഹുവിനെ പഠിച്ചവനെ നീ കൂടുതൽ സന്താനം മക്കളെ നീ നൽകണമെന്ന് നബി തങ്ങൾ പ്രാർത്ഥിച്ചു. മറ്റൊന്ന് പ്രാർത്ഥിച്ചത്, രണ്ടാമത്തേത്, മക്കളെ കൂടുതൽ കൊടുത്തിട്ട് എന്ത് കാര്യം, മക്കളെ പിന്നെ വളർത്താൻ വേണ്ടി പണം ആവശ്യമുണ്ടല്ലോ, അതുകൊണ്ട് പണമില്ലാതെ അനസ് റളിയല്ലാഹു അൻഹുവിന് മക്കൾ കൂടുതൽ കൊടുത്തിട്ട് മക്കളെ വളർത്താനുള്ളതായിരിക്കുന്ന സമ്പത്ത് കയ്യിലില്ല എങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അല്ലാ. അതുകൊണ്ട് സമ്പത്തും നീ കൂടുതൽ കൊടുക്കണേ അല്ലാ. ഇത് 2 കഴിഞ്ഞതിൻ്റെ ശേഷം 3ാമത്തെ പ്രാർത്ഥന, അനസ് റളിയല്ലാഹു അൻഹുവിനെ സ്വർഗത്തിലേക്ക് നീ എത്തിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചു. സുഹൃത്തുക്കളെ, പിൻകാലത്ത് അനസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, നബി തങ്ങൾ എനിക്ക് 3 കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അതിൽ 2ഉം എനിക്ക് ദുനിയാവിൽ ലഭിച്ചു. ഒരു കാര്യം സ്വർഗമാണ് തരാൻ വേണ്ടി പ്രാർത്ഥിച്ചത്, അത് എനിക്ക് ആഖിറത്തിൽ കിട്ടുമെന്നുള്ളതായിരിക്കുന്ന ഉറപ്പുണ്ട് എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. പ്രിയമുള്ള സഹോദരങ്ങളെ, അനസ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ കാരണം കൊണ്ട് അനസ് റളിയല്ലാഹു അൻഹുവിന് മക്കൾ എത്രയാണെന്നറിയാമോ? എത്ര മക്കളുണ്ടോ അനസ് റളിയല്ലാഹു അൻഹു? 10 ഉണ്ടോ? 20 ഉണ്ടോ? അനസ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ പ്രാർത്ഥിച്ചത് മക്കൾ സന്താനം കൂടുതൽ കൊടുക്കണമായിട്ട്. അതാ അനസ് റളിയല്ലാഹു അൻഹുവിന് സ്വന്തം മുതുകിൽ നിന്ന് തന്നെ 120ഓളം മക്കൾ ഉണ്ടായിരുന്നു. നബി തങ്ങൾക്കുള്ള പ്രാർത്ഥനയാണ്. രണ്ടാമത്തെ പ്രാർത്ഥന എന്ത്? മുതൽ കൂടുതൽ കൊടുക്കാൻ വേണ്ടിയല്ലേ? ഇന്നതാ ചൂട് കാലമല്ലേ, ചൂടുള്ള കാലത്തല്ലേ ഈത്തപ്പഴം പഴക്കാറുള്ളത്, തണുപ്പുള്ള കാലത്ത് ഈത്തപ്പഴം വരാറില്ല. പക്ഷേ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ തോട്ടത്തിൽ ഇന്ന് പോയാലും തണുപ്പുള്ള സമയത്തിലും ചൂടുള്ള സമയത്തിലും വർഷത്തിൽ 2 പ്രാവശ്യം ഈത്തപ്പഴം കൊടുക്കാറുണ്ട്. നബി തങ്ങൾക്കുള്ള പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നബി തങ്ങളെ കൂടുതൽ നന്നായി സ്നേഹിക്കുക. നബി തങ്ങൾക്കുള്ളതായിരിക്കുന്ന മദ്ഹ് പറയുന്ന സദസ്സ്, സ്വലാത്ത് പറയുന്ന സദസ്സ്, മൗലിദ് പറയുന്ന സദസ്സ്, അവിടെ സ്വീകരണയ്ക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള പാനീയത്തിനും നിങ്ങൾ ധാരാളം നബിയോടുള്ള മഹബത്ത് വെച്ചുകൊണ്ട് കൊടുത്താൽ അള്ളാഹുവിൻ്റെ ആ നിഅമത്ത് വർദ്ധിപ്പിച്ച് കിട്ടും. കാല റസൂലുള്ളാഹി എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വിഷയത്തിക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ഈ സദസ്സിന് ഞങ്ങൾ